ഹലോ എവ്രി വൺ. ഞാനും എൻ്റെ ഫാമിലിയും, അതായത് എൻ്റെ അമ്മ, പപ്പ, അനിയത്തി, കസിൻസ്, പിന്നെ ആൻറ്റിമാർ, അച്ചാച്ചൻ, അമ്മമ്മ, അങ്ങനെ എല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ്. എൻ്റെ മോനുണ്ട്. അനുവേട്ടനും ഫാമിലിയും വന്നിട്ടില്ല, കാരണം ഇത് എൻഗേജ്മെൻറ്റ് ഫങ്ഷനാണ്. അപ്പോൾ മാരേജിന് അവരെല്ലാവരും ഉണ്ടാവും. ചെന്നൈയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പം ഒരേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിനിൽ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതായത് താമസിച്ച് രാത്രി ഉറങ്ങി ബർത്തിൽ കിടന്നുറങ്ങി, അതൊരു വേറൊരു വൈബാണല്ലോ അല്ലേ? അങ്ങനെ ട്രെയിനിലിരുന്ന് സെൽഫിയും പിന്നെ അവിടെ നിന്നുള്ള വർത്താനവും കളികളും ചിരികളും, മോൻ്റെ കത്തിയടിയും ലാത്തിയടിയും, പിന്നെ ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു നോക്കുക, പറയുക. പിന്നെ അമ്മയുടെ മടിയിലിരുന്ന് കുറച്ച് നേരം ഞാനിങ്ങനെ എന്താ പറയുക, റിലാക്സ്ഡായി കിടന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന, പാട്ട് പാടിയിട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അമ്മയുടെ മടിയിൽ കിടക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ രാത്രി കഴിച്ചിട്ട് ഞങ്ങൾ പാക്കിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ അബിയും പിന്നെ ബർത്തിൽ കയറി. പിറ്റേ ദിവസം ചെന്നൈ എത്തി. അവിടെ ചെന്നൈ എത്തിയപാട് തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ആകപ്പാട് രാവിലത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ എന്താ പറയുക, ഒരു ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ടയേർഡ്നെസ്സും മുഖത്ത് നന്നായിട്ടുണ്ട്. പിന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാം, അവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. അപ്പോൾ എന്താ ഭാഷയും അറിയാമെങ്കിൽ പോലും അത്രയ്ക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ചെന്നൈ എത്തി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാവലർ വന്നിട്ടുണ്ടായിരുന്നു. നിശ്ചയിച്ചിയും, അതായത് എൻ്റെ ആൻറ്റിയുടെ മോൻ്റെ മീൻസ് എൻഗേജ്മെൻ്റ് ആണ്, അമ്മയുടെ സിസ്റ്ററിൻ്റെ. അപ്പം ട്രാവലർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ഈ ഹോട്ടലാണ്. ഇത് 4 സ്റ്റാർ ഹോട്ടലാണ്, അവർ അറേഞ്ച് ചെയ്ത ഹോട്ടലാണ് കേട്ടോ ഇത്. ഇവിടുത്തെ സ്റ്റേ ആണ് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് വഴിയേ നിങ്ങൾക്ക് കാണാം. എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സന്തോഷങ്ങൾ നമ്മൾ തേടിയെത്തും എന്ന് പറയുന്നത് ഭയങ്കര ശരിയാണ്. അതിൽ വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു ചെന്നൈ ട്രിപ്പ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നൈ എത്തി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വഴിയുള്ള എൻ്റെ വീഡിയോസിലൂടെയൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഹലോ, നമ്മളിതവിടെ റൂമിലാണ്. അമ്മ എങ്ങനെയുണ്ട് അമ്മ റൂം? അടിപൊളി റൂം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പറഞ്ഞു കൊടുക്ക്. എന്താ ഉള്ളത്? ബാത്ത് ടബ് ആണ് കേട്ടോ ഉള്ളത്. നമ്മള് ചെന്നൈയിൽ ഇതേപോലത്തെ ഒരു ഹോട്ടലിൽ ആദ്യമായിട്ടല്ലേ താമസിക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സംസാരിക്കാൻ ഷൈ ആയിട്ട് തോന്നുന്നുണ്ട് വീഡിയോയില്, അതുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ വീഡിയോയില് വരുമ്പോ രസമായിരിക്കും. ലബിലെ അങ്ങനെ ഞങ്ങൾ റിസപ്ഷനുള്ള റെഡി ആയിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും. റെഡാണ് കേട്ടോ, റെഡ്. അത് മനഃപൂർവ്വം ഇട്ടല്ല, ഞാൻ ഇവിടുന്ന് മീൻസ് ഈ ഇട്ട സാരിയും അവളുടെ സാരിയും ഏകദേശം സെയിം ആയിട്ട് വന്നതാണ്. പിന്നെ എൻ്റെ കസിൻ കല്യാണം കഴിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കുട്ടീനെയാണ്, പായൽ എന്നാണ് പേര്. അപ്പോൾ അവരുടെ കസ്റ്റമായിരുന്നു, ബ്രാഹ്മിൻ ആയിരുന്ന കുട്ടി. അപ്പം അമ്മയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ ആൻറ്റി. ശരിക്കും എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എൻ്റെ ഈ ചെന്നൈ ട്രിപ്പ് എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും നന്നായിട്ടായിരുന്നു നമ്മളെ, അതായത് ആൻറ്റിയും അങ്കിളും അർജുനും മാരുതിയും അവരുടെ ഫാമിലി എല്ലാം നമ്മൾ അത്രയധികം എന്താ പറയുക, ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. പിന്നെ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്, അതും അതിൻ്റെ ഇടയിൽ കൊണ്ടാടി. രാത്രി സർപ്രൈസായിട്ട് അർജുൻ പായലും കേക്കായിട്ട് വന്ന് റൂമിലേക്ക് നമ്മളെല്ലാതും, അതിൻ്റെ ഒരു ഇടയിൽ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അതും നമുക്കൊരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഒരു സന്തോഷത്തിൻ്റെ ഇടയിലും പോലും അച്ചാച്ചൻ്റെ കാര്യം അവൻ മറന്നില്ല. അപ്പം അച്ചാച്ചന് നമ്മളെല്ലാവരും കേക്കൊക്കെ മുറിച്ച് അത് ആഘോഷിച്ച്, പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ചില്ലൗട്ടായിട്ടുള്ള ചെറിയൊരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ.
എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എൻഗേജ്മെൻറ്റ് ട്രിപ്പായിരുന്നു ഇത്. ചെന്നൈയിലേക്കുള്ള ട്രിപ്പ്. അത് നിശിച്ചിറ്റും ഷമീറങ്കിളും അർജുനും ആരതിയുമാണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആ ഒരു കെയറിങ്ങും ട്രീറ്റ്മെൻറ്റും നമുക്ക് തന്നത്. എന്തായാലും ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഷമീറങ്കിൾ, നിഷിത്തി. ബൈ.